ഹലോ മക്കൾസ്, സോ വെൽക്കം ടു പാർട്ട് 3 ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ്. നമ്മൾ പാർട്ട് 1ലും 2ലുമായിട്ട് ചാർജസിനെ കുറിച്ചും കൂളുംസ് ലോനെ കുറിച്ചും നല്ല നല്ല കൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. പലപ്പോഴും കുട്ടികൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും നല്ല ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസിക്സിനെ കുറിച്ചിട്ടുമാണ്. സോ നമ്മൾ കഴിഞ്ഞൊരു പാർട്ട് അപ്ലോഡ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ല മടി വരുന്നുണ്ട് വീഡിയോ ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ. സോ നമ്മൾ ഈ ഒരു പാർട്ട് മുതൽ എന്താ പറയുക, കമ്പാരിറ്റീവ് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ പാർട്ടുകൾ ഡെയിലി ബേസിസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. ആ ശ്രമത്തിനൊക്കെ ഒന്ന് ഊർജ്ജം പകരാൻ എന്ത് വേണം മക്കളെ, നിങ്ങളെ കമൻറ്റ്സ് വാരി കോരിയിടുക. നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് തോന്നുകയാണ്, ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണ്, കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സർ അടിപൊളി ക്ലാസ് ടീം എന്ന് ഒരു എൻ്ററൊക്കെ അടിക്കുക. ഓക്കെ അല്ലേ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ പരിപാടി ഷെയർ ചെയ്യുക. ഓക്കെ, സോ അധികം വലിച്ചു നീട്ടില്ല, മൂവ് ടു ദി ടോപ്പിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ ഈ ഇക്വിലിബ്രിയം എന്നുള്ള വാക്ക് നമുക്ക് വളരെയധികം സുപരിചിതമാണ് അല്ലേ. നമ്മുടെ +1 മെക്കാനിക്സിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. എഫ് നെറ്റ് 0 ആണെങ്കിൽ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയമാണ്. റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ടോർക്ക് 0 ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പരിപാടി? നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നമ്മൾ കൂളുംസ് ലോ പ്രകാരം പഠിച്ചിട്ടുള്ള നെറ്റ് ഫോഴ്സ് എന്തായാൽ മതി? 0 ആയാൽ മതി ആ സീനറിയിൽ. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ എഫ് നെറ്റ് ക്യാ ആവണം ബേട്ട, എഫ് നെറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 പരിപാടിയാണ്. ഓക്കെ, എഫ് നെറ്റ് 0 ആവണം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഒരു ഫോഴ്സും ഉണ്ടാവാൻ പാടില്ല എന്നാണോ? അല്ല, ഫോഴ്സുകൾ ഉണ്ടാവാം, പക്ഷേ ആ ഫോഴ്സുകൾ എന്തായാൽ മതി? തമ്മി വെട്ടി ഡെഡായാൽ മതി അല്ലേ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്റ്റൈലേക്ക് നമുക്ക് എന്ത് പറയാം? ഫോഴ്സസ് ഉണ്ടാവാം, പക്ഷേ ഫോഴ്സസ് എന്ത് ചെയ്താൽ മതി മക്കളെ? ക്യാൻസൽ ഓഫ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ജോണർ എന്ന് പറയുന്നത് 2 ചാർജ് സിസ്റ്റമാണ്. ഓക്കെ, 3 ചാർജും 4 ചാർജ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ദി എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് 2 ചാർജ് സിസ്റ്റം നോക്കാം. ഇനി 2 ചാർജ് തന്നെ 2 തരത്തിലേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതാണ് രണ്ട് ലൈക്ക് ചാർജസ് വരികയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് ചാർജ് വരികയാണ്, 2 മൈനസ് ചാർജ് വരികയാണ്. ലൈക്ക് ചാർജ് സെറ്റപ്പും അൺലൈക്ക് ചാർജ് സെറ്റപ്പും. സോ നമുക്ക് ലൈക്ക് ചാർജ് സെറ്റപ്പിലോട്ട് നമുക്ക് പോകാം. ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് ആ സാധനത്തിനെ പഠിക്കാം. ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു +1 Q ചാർജും ഒരു +9 Q ചാർജും എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഇവരുടെ ഇടയിൽ ഒരു R ദൂരമുണ്ട്. ഒരു സെൻറ്റർ വരച്ച് നോക്കണ്ട. ഓക്കെ, ഒരു R ദൂരം അകലെയാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ മക്കളെ, നമുക്കറിയാം ഇവിടെ ഞാൻ ഈ എന്ത് ചെയ്യാണ്, ഒരു പ്ലസ് എന്തെങ്കിലും വേറെ ചാർജ്, ഒരു +Q ചാർജോ എന്തെങ്കിലും ഒരു ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ അവനിൽ 2 ഫോഴ്സാണ് ആക്ട് ചെയ്യുക അല്ലേ. ലെറ്റ്സ് സേ ഒരു +Q ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചു. ഈ +Q ചാർജിന് 2 ഫോഴ്സസ് ആണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷനൊക്കെ പഠിച്ചതാണ്. 2 ഫോഴ്സസ് ഉണ്ടാവുള്ളൂ. ഈ +1 Q ചാർജ് ഇവനെ ഇങ്ങോട്ട് തള്ളും, ഇവന് ഇങ്ങോട്ട് തള്ളും. ഈ രണ്ട് ഫോഴ്സ് അല്ലേ പോസിബിൾ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 വെക്ടർ വരാൻ സാധ്യതയുള്ളൂ. ഈ 2 വെക്ടറിൻ്റെ ആകെ തുക 0 ആവണം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്കറിയാം, നല്ലോണം വെക്ടറൊക്കെ പഠിച്ചാൽ നമുക്കറിയാം അവരെങ്ങനെയായിരിക്കണം? ഈക്വൽ ആൻഡ് കറക്റ്റ് എന്തായിരിക്കണം മക്കളെ? ഓപ്പോസിറ്റ് ആയിരിക്കണം. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് പോസിബിൾ ഇൻ എ പോയിന്റ്. ഒരു പോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ പോസിബിൾ ആണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചാൽ മതി? നമ്മളെ ഫോഴ്സ് കറക്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാൽ മതി. അപ്പോൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്. സ്ഥലം നമ്പർ 1, സ്ഥലം നമ്പർ 2, സ്ഥലം നമ്പർ 3, സ്ഥലം നമ്പർ 4, ഒരു സ്ഥലം നമ്പർ 5. ഇവിടെ എവിടെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് പോസിബിൾ ആയിട്ടുള്ള റീജിയൻ? ഒരു കുട്ടി പറഞ്ഞാൽ സാറേ 1ൽ പറ്റും. ഓക്കെ, 1ൽ പറ്റും, നോക്കാം. 1ൽ പറ്റുമ്പോൾ നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു +Q ചാർജിനെ ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനി ഈ +Q ചാർജ് നിൽക്കുന്ന സ്ഥലം ഇക്വിലിബ്രിയം പോയിന്റ് ആണെങ്കിൽ അവൻ അനുഭവിക്കുന്ന മൊത്തത്തിലുള്ള ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ അവൻ അനുഭവിക്കുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സ് നമുക്ക് നോക്കാം. ഈ +Q ചാർജിനെ +1 Q ചാർജ് എന്താ റിപ്പൽ ചെയ്യും, ഷ്കും. ഈ +Q ചാർജിന് +9 Q ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ഷ്കും. മക്കളെ നോക്കിക്കേ, രണ്ടും സെയിം ഡയറക്ഷൻ എടുക്കുന്നത്. ഓപ്പോസിറ്റ് പരിപാടിയാണോ? അല്ല. ക്യാൻസലിംഗ് ഓഫ് പരിപാടി നടക്കില്ല. നെറ്റ് ഇക്വിലിബ്രിയം 0 ആവോ? നെറ്റ് ഫോഴ്സ് 0 ആവോ? ആവില്ല. സോ റീജിയൻ 1ൽ ഒരു കാലത്തും ഭൂമി തലകുത്തി നിന്നാലും ഇക്വിലിബ്രിയം കണ്ടീഷൻ വരില്ല. ഇനി ഈ റീജിയൻ 3യും റീജിയൻ 1ന് ഐഡൻറ്റിക്കൽ അല്ലേ. റീജിയൻ 3ൽ നോക്കിക്കേ, ഞാൻ +Q ചാർജ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഈ +9 Q ചാർജ് എന്താ ഫുഷ്ക്കും തള്ളും, ഈ +1 Q ചാർജ് എന്താ ഫുഷ്ക്കും തള്ളും. രണ്ടും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്.
ക്യാൻസലിംഗ് ഓഫ് പരിപാടി നടക്കോ? നടക്കത്തില്ല. സോ റീജിയൻ 3യിലും നടക്കത്തില്ല. ഇനി റീജിയൻ 4 ഓൾറെഡി ഞാൻ വരച്ചു. റീജിയൻ 4 ഈ +9q ചാർജ് ഇവനെ ഇങ്ങനെ തള്ളി, ഈ +1q ചാർജ് ഇവനെ ഇങ്ങനെ തള്ളി. എന്തുകൊണ്ട് ഇങ്ങനെ തള്ളുന്നത്? കാരണം കൂളംസ് നമ്മൾ പഠിച്ച സെൻട്രൽ ഫോഴ്സ് ആണ് പഠിച്ചതാ. ഇങ്ങനെ തള്ളി. നോക്കിക്കേ, ഇത് കറക്റ്റ് ഓപ്പോസിറ്റ് ആണോ? ക്യാൻസലിംഗ് ഓഫ് പരിപാടി നടക്കോ? നടക്കില്ല. ഈ ഇനി 5th റീജിയൻ ഇവിടെ കൊണ്ട് വെക്കണമെങ്കിൽ അതേ പരിപാടി നിൽക്കുക. ഇവനെ ഇങ്ങോട്ട് തള്ളും, ഇവനെ ഇങ്ങോട്ട് തള്ളും. എന്ത് നടക്കൂല? ഓപ്പോസിറ്റ് പരിപാടിയല്ല. So there is only one region where equilibrium point is possible, and that region is between the like charges and closer to the smaller charge. Closer to the smaller charge. എന്താണ് മക്കളെ closer to the smaller charge എന്ന് പറഞ്ഞ്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കും closer to the smaller charge? മക്കളെ നോക്ക്, ഇവരുടെ ഇടയിലാണെങ്കിൽ ഓപ്പോസിറ്റ് പരിപാടി പോസിബിളാണ് അല്ലേ? കറക്റ്റ് ഓപ്പോസിറ്റ് പരിപാടി പോസിബിളാണ്. കാരണം നോക്കിക്കേ, ഈ +1q ചാർജ് ഇവിടെ ഒരു +q ചാർജ് വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാ തള്ളുക. ഈ +9q ചാർജ് +q ചാർജ് ഇങ്ങോട്ടേ തള്ളുക, ഇങ്ങോട്ടേ തള്ളുക. കറക്റ്റ് ഓപ്പോസിറ്റ് പരിപാടിയാണ്. ഇനി ഇവരെന്തും കൂടി ആവണം മക്കളെ, ഈക്വലും കൂടി ആവണം. എന്നാലല്ലേ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുള്ളൂ. ആ ഫോഴ്സസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കറിയാം ആ ഫോഴ്സിന് ഇവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഫോഴ്സിൻ്റെ ന്യൂമറേറ്റർ എന്താ വരിക? F is directly proportional to +q into +9q അല്ലേ? ഇവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ന്യൂമറേറ്റർ എന്താ വരിക? F is directly proportional to q into 1q അല്ലേ? അപ്പോൾ നോക്കിക്കേ അല്ലേ, ഇവരെ ന്യൂമറേറ്റർ ജാസ്തിയാണ്, ഇവരെ ന്യൂമറേറ്റർ കുറവാണ്. ഈ ഫോഴ്സസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ എവിടെ നിന്ന് വരണം? ഡിനോമിനേറ്ററിൽ നിന്ന് വരണം. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദൂരം സ്ക്വയർ ആണ് അല്ലേ? ദൂരം കുറയുകയാണെങ്കിൽ ഫോഴ്സ് കൂടും എന്ന് പറഞ്ഞാൽ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഡിനോമിനേറ്റർ ബാലൻസ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഇവൻ്റെ ഡിനോമിനേറ്റർ കുറവായിരിക്കണം, ഇവൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. എന്നാൽ എന്ത് പോസിബിൾ ആവുള്ളൂ? ഈക്വൽ കണ്ടീഷൻ പോസിബിൾ ആവുള്ളൂ. ആ പറഞ്ഞ സാധനം ഒന്ന് റിവൈൻഡ് അടിച്ച് 2 വട്ടം കേൾക്കുക. അപ്പം ലോജിക്കൽ ആലോചിച്ചാൽ മതി. നമ്മൾ കുറച്ചൊന്ന് മക്കളെ ഈ ലോജിക്ക് എന്നുള്ള വാക്ക് വളരെ ട്രിക്കി ആയിട്ടുള്ള ടേമാണ് അല്ലേ? ചില സാർമാർ മക്കളെ ലോജിക്കലി അയച്ച് നമുക്ക് സാധനം മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കളെ എപ്പോഴും ഈ ലോജിക്ക് ഉണ്ടാവുക നമുക്ക് ജന്മനാ കിട്ടുന്ന നമ്മുടെ ബുദ്ധിയുടെ ഒരു പവറാണ് ലോജിക്ക് എന്നുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. ലെറ്റ്സ് സേ എന്താണ്, ഇവിടെ വലിയൊരു ഒരു പാറക്കല്ലുണ്ട്, ഞാൻ നടക്കുകയാണ് അല്ലേ? ഞാൻ ഇമ്മ തട്ടിയാൽ വികും എന്ന് എനിക്കറിയാം അല്ലേ? വീഴും എന്ന് എനിക്കറിയാം. അത് ലോജിക്കാണ്. ആ ലോജിക്ക് എപ്പോഴാണ് ഡെവലപ്പായ? ജന്മന എനിക്ക് കിട്ടിയതാണോ? അല്ല, മറിച്ച് ഞാൻ നടന്ന് പഠിക്കുന്ന സമയത്ത്, എനിക്ക് 1 വയസ്സ് 2 വയസ്സാക്കിയ സമയത്ത് ഞാൻ നടന്ന് പഠിക്കുന്ന സമയത്ത് കുറേ ഒബ്സ്റ്റക്കിൾസിനെ തട്ടി വീണപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഒബ്സ്റ്റക്കിൾ വരുന്ന സമയത്ത് ഞാൻ മര്യാദയ്ക്ക് ടാക്കിൾ ചെയ്തില്ലെങ്കിൽ അയമ തട്ടിയാൽ ഞാൻ വീഴാനുള്ള സാധ്യത വെരി ഹൈ ആണ്. അത് ലോജിക്കായി ഡെവലപ്പായി. അപ്പോൾ ലോജിക്ക് എവിടുന്ന് ശരിക്കും ഉണ്ടാകുന്നത്? എക്സ്പീരിയൻസിൽ നിന്നാണ് ലോജിക്ക് ഉണ്ടാകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് പല മക്കളും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഫിസിക്സിലായാലും ബാക്കി എന്ത് പഠന രീതിയിലും ലോജിക്ക് എന്നുള്ള സാധനം എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? നമുക്ക് എക്സ്പീരിയൻസ് വേണം ആ സീനറിയിൽ അല്ലേ? ആ എക്സ്പീരിയൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാവുക? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ ഫിസിക്സ് നമുക്ക് ലോജിക്ക് ഡെവലപ്പ് ആവണമെങ്കിൽ അത്രയേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മതി. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ പോയിന്റോട്ട് വരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഈ സ്മോളർ ചാർജിനോട് അടുത്തായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവുക. കാരണം അടുത്താകുമ്പോഴാവും നമുക്ക് കുറച്ചുകൂടി നല്ല ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുക. സോ ദാറ്റ് ഇവൻ കൊടുക്കുന്ന നല്ല ഫോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പോസിറ്റിനെ ഈക്വൽ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ എപ്പോഴും മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കുക? ഞാൻ ഇപ്പോൾ ആകെ പറഞ്ഞതിൻ്റെ ആകെത്തുക എന്താണ് മക്കളെ? ആകെത്തുക എന്താണ്? 2 ലൈക്ക് ചാർജസ് വരുമ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെ ഉണ്ടാവുക? ബിറ്റ്വീൻ ദി ചാർജസ് ആയാൽ മാത്രം മതിയോ? ഇല്ല, അലോങ് ദി ലൈൻ എന്ത് ലൈൻ? ലൈൻ ജോയിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി ചാർജസ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വാട്ട്? closer to the smaller charge. ബസ് closer to the smaller charge. ഒന്ന് ആലോചിക്കേ, ക്ലോസർ ടു ദി ബിഗ്ഗർ ചാർജ് ആണെങ്കിൽ അവൻ്റെ ന്യൂമറേറ്ററും ജാസ്തിയായി, ഡിനോമിനേറ്റർ കൂടി എന്ത് ചെയ്യുക? ഫോഴ്സിനെ കൂട്ടുക. നല്ല ഫോഴ്സ് ആയിരിക്കും. ആ നല്ല ഫോഴ്സിനെ ഇവൻക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നോക്കി അതിൻ്റെ ആ വാല്യൂലോട്ട് പോകാം. എത്ര ആയിരിക്കും ആ വാല്യൂ? ലെറ്റ്സ് സേ അതേ +1q ചാർജ് ഉണ്ട്, അതേ +9q ചാർജ് ഉണ്ട്. ഇവർ തമ്മിൽ ഒരു 6 ദൂരം അകലെയാണ് നിൽക്കുന്നത്. ലെറ്റ്സ് സേ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് ഈ +1qയിൽ നിന്ന് ഒരു x ദൂരം അകലെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ +9qയിൽ നിന്ന് എത്ര ദൂരം അകലെയായിരിക്കും ഉണ്ടാവുക മക്കളെ? 6 - x ദൂരം അകലെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് മൊത്തത്തിൽ എന്താണ്? 6 ദൂരമാണ്. ഇത് x ആണെങ്കിൽ ഇത് 6 - x ആണ്. ഓക്കെ, ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ ഇവിടെ ഒരു +q ചാർജിന് വെക്കുകയാണെങ്കിൽ ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന F1 ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? ഈ +9q കൊടുക്കുന്ന F2 ഫോഴ്സ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F2. ഒന്ന് കണ്ടുപിടിച്ച്
അപ്പോൾ ഞാൻ F1 ഇക്വേഷൻ ഇതാ K ഇൻറ്റു Q1 Q2 പ്ലസ് Q ഇൻറ്റു 9Q സോറി 9Q അല്ല 1Q ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു K ഇൻറ്റു ഇവിടെ F2 ചെയ്താൽ ഓക്കെ F2 എങ്ങനെ ഇതാ K ഇൻറ്റു Q1 Q2 എന്ന് പറഞ്ഞാൽ പ്ലസ് Q ഇൻറ്റു 9Q ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ R മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? K പോയി അല്ലേ? Q പോയി എന്താ മിച്ചമുള്ള മക്കളെ? 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഡിവൈഡ് ബൈ R മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനി മാത്തമാറ്റിക്സ് ചെയ്യാം. ഞാൻ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു? സ്ക്വയർ റൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സാധനം എന്തായി? 1/x ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ R മൈനസ് എക്സ് അല്ലേ? 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. മാത്തമാറ്റിക്സ് ചെയ്യുന്നു. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സാധനം എന്താ മക്കളെ വരിക? R മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3x എന്ന് വരും. മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആയി. അപ്പോൾ R ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 4x എന്ന് വരും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു എന്താ പുള്ളേ? R/4 ഇഷ്ക അല്ലേ? എന്ന് പറഞ്ഞാൽ +1Q ചാർജിൽ നിന്ന് അത് R/4 ദൂരം അകലെയാണ് കേട്ടോ. ഏത്? നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ്. ഇത് R/4 ദൂരം അകലെയാണെങ്കിൽ ഇതെന്താ? ഇത് കാൽ ദൂരമാണെങ്കിൽ ഇതെന്തായിരിക്കും? മുക്കാൽ ദൂരമായിരിക്കും. സോ R മൈനസ് R/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് 3R/4 ദൂരം അകലെയായിരിക്കും +9Q ചാർജിൽ നിന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം. +1Q ചാർജിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ചെറിയ ചാർജിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, വലിയ ചാർജിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാധനം സെറ്റാവും. എന്തെടുക്കുന്നു? ഒരു +1Q ചാർജ് എടുത്തു, ഒരു +25Q ചാർജ് എടുത്തു. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, ഒന്ന് പോസ് ചെയ്ത് എൻ്റെ മക്കളും ചെയ്ത് ഇവരിടയിൽ R ദൂരമാണ് അകലെയാണുള്ളത്. ഒന്ന് പോസ് ചെയ്ത് കണ്ടുപിടിച്ച്. അപ്പം പഠിച്ച കുട്ടി എഴുതുകയാണ്, ഇത് എക്സ് ദൂരമായിരിക്കും, ഇത് R മൈനസ് എക്സ് ദൂരമായിരിക്കും. ഇവിടെ ഞാനൊരു +Q ചാർജ് വെക്കുകയാണെങ്കിൽ രണ്ട് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയിരിക്കണം. സോ ഇവന് ഇങ്ങോട്ട് കൊടുക്കുന്ന F1 ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെ എഴുതുക. Q1 Q2 ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് F2 Q1 Q2 ഡിവൈഡ് ബൈ ദൂരം അവർ തമ്മിലുള്ള ദൂരം സ്ക്വയർ R മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനി മാത്തമാറ്റിക്സ് ചെയ്യുന്ന സമയത്ത് Q പോയി എന്തൊക്കെയാണ് മിച്ചം ഉണ്ടാവുക? 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ R മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. മാത്തമാറ്റിക്സ് ചെയ്യുന്ന രണ്ട് സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1/x ഇസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ R മൈനസ് എക്സ്. R മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5x എന്ന് പറഞ്ഞു കിട്ടും. R ഇസ് ഈക്വൽ ടു 6x എന്നായി. എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കൾ വരിക? R/6 എന്ന് പറഞ്ഞാൽ നമ്മൾ +1Q ചാർജിൽ നിന്ന് ഈ ദൂരം R/6 ആണ് കേട്ടോ. സോ ഈ ദൂരം R മൈനസ് R/6 വിച്ച് വിൽ ബി ഈക്വൽ ടു 5R/6 ആണ് വരിക. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഒരു ഷോർട്ട് കട്ട് സാധനം പഠിപ്പിച്ചു തരാം. നമ്മൾ ഈ കറക്റ്റ് ഇക്വേഷനിൽ 1Qന് വരെയും ഇതിനെ Q1 ചാർജ് വിളിക്കുകയാണ്, ഇതിനെ Q2 ചാർജ് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഞാനത് പറഞ്ഞതൊക്കെ ലെങ്തി ആയിപ്പോൾ. ഓക്കെ, സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എഴുതാം. എക്സ് ഇസ് ഇക്വൽ ടു √Q1 ഡിവൈഡ് ബൈ √Q2 പ്ലസ് √Q1 ഹോൾ മൾട്ടിപ്ലൈഡ് വിത്ത് R. മക്കളെ വെറുതെ ഒരു സാധനം പഠിച്ച കാര്യമില്ല, എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. മക്കളെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദി ദൂരം ഫ്രം ദി സ്മോൾ ചാർജ്. ഇനി എന്താണ് സ്മോൾ ചാർജ്? Q1 ആണ് സ്മോൾ ചാർജ്. Q1 ഷുഡ് ബി ടേക്കൺ ആസ് സ്മോൾ ചാർജ്. Q1 ഈസ് ദി സ്മോൾ ചാർജ്. സ്വാഭാവികമായിട്ടും Q2 ഈസ് ദി വാട്ട്? ബിഗ് ചാർജ്. ഇനി R എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിലുള്ള ദൂരം. Q1 Q2 തമ്മിലുള്ള ദൂരം. Q1 Q2 തമ്മിലുള്ള ദൂരം. ഒന്ന് വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. ഒന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഒരു +1Q ചാർജ് +9Q ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് ചെയ്ത് അപ്പോൾ സാർ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഇക്വൽ ടു √Q1 ഡിവൈഡ് ബൈ √Q2 പ്ലസ് √Q1 ഇൻറ്റു R എന്ന് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ കൊടുത്തു നോക്കിക്കേ. അപ്പോൾ ഈസ് ഇക്വൽ ടു √Q1 ചെറിയ ചാർജ് കൊടുക്കണം, √1 ഡിവൈഡ് ബൈ √Q2 എന്ന് പറഞ്ഞാൽ എന്താ? 9. ഓക്കെ, 9Q ഒക്കെ ഉണ്ട്, എല്ലാ Q ഒക്കെ വെട്ടിപ്പോവും. പ്ലസ് √Q1 എന്ന് പറഞ്ഞാൽ എന്താ? √1 ഇൻറ്റു R. സാറേ Q ഇല്ലേ? ഓക്കെ, ഇനി വേണം. ഓക്കെ, Q. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചിരിക്കേ. ഈ √Q ഇവിടെ √Q കോമൺ എടുത്താൽ √Q ഒക്കെ വെട്ടിക്കൂടെ എന്ന് പറഞ്ഞാൽ മിച്ചം എന്താണ്ടായി? ഈ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കിക്കേ, √1ൻ്റെ റൂട്ട് എത്ര വരിക? 1. √9ൻ്റെ റൂട്ട് എത്ര വരിക? 3. പ്ലസ് √1ൻ്റെ റൂട്ട് എത്രയാണ്? 1.
ഇൻറ്റു ആർ. ഇത്ര മക്കളെ വരിക R/4. അതല്ലേ നമുക്കിവിടെ കിട്ടിയേ അല്ലേ? ശ്രദ്ധിക്കണം മക്കളെ, ഈ എക്സ് നിങ്ങൾക്ക് എന്ത് തരാം? ദൂരം ഫ്രം ദി സ്മോളർ ചാർജ് തരാം. ചില ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ദൂരം ഫ്രം ദി ബിഗ്ഗർ ചാർജ് എന്ന് പറഞ്ഞാൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്മോളർ ചാർജിൽ ദൂരം കണ്ടുപിടിച്ച് R-X ആണ് ബിഗ്ഗർ ചാർജിലുള്ള ദൂരം. സോ R-R/4 ആണ്, 3R/4 ആണ് ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതണം. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ കൊടുത്ത് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ കൊടുത്ത് നോക്കിക്കേ, 25Q ഈ Q എന്ന് കൊടുത്ത് നോക്കിക്കേ. എക്സ് =√Q1. √Q1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ √25 പ്ലസ് √1 ഇൻറ്റു ആർ. സാർ എന്താ സാറേ ക്യൂ എഴുതാത്തത്? മക്കളെ മുകളിലത്തെ ക്യൂവും താഴത്തെ ക്യൂവും വെട്ടിപ്പോവും, നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ സാധനം എത്ര വരിക? 1 ഡിവൈഡ് ബൈ √25 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 1 ഇൻറ്റു ആർ. നോക്കിക്കേ, R/6 ആണ് എക്സ് എന്ന് പറയുന്നത് ഉത്തരം. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇനി അൺലൈക്ക് ചാർജസ് വന്നാലോ? അൺലൈക്ക് ചാർജസ് നമുക്ക് എക്സാമ്പിളോടെ തന്നെ ആ സാധനം പഠിക്കാം. ഓക്കെ, ഒരു +1Q ചാർജ്, ഒരു -16Q ചാർജ്, ഇവർ തമ്മിൽ എന്ത് വരികയാണ്? ഒരു R ദൂരം വരികയാണ്. ഇനി എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷൻ പോസിബിൾ ആയിട്ട് ഉണ്ടാവുക? അപ്പോൾ ഒരു കുട്ടി പറയുന്നു നേരത്തെ അതേ വെച്ചിട്ട്, സാറേ ഇവരിടയിൽ ഈ ഒരു പോയിന്റിലായിരിക്കും സാറേ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു +Q ചാർജിന് വെക്കുന്നു. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ +Q ചാർജ് ഒരു ഫോഴ്സും നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ എന്ത് ചെയ്യണം? ക്യാൻസൽ ഓഫ് ചെയ്യണം. ഓക്കെ ഫൈൻ. ഈ +Q ചാർജിന് ഈ +1Q ചാർജ് എന്താ ചെയ്യുക? ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ തള്ളുക ചെയ്യുക. ഈ -16Q ഈ +Q ചാർജിന് എന്താ ചെയ്യുക? വട മാപ്പിളേ അല്ലേ? അട്രാക്ഷനാണ് ചെയ്യുക. നോക്കിയേ, രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ? ക്യാൻസലിംഗ് ഓഫ് പരിപാടി നടക്കുമോ? നടക്കത്തില്ല. സോ റീജിയൻ 2-ൽ, നമ്മൾ നേരത്തെ റീജിയൻ 2-ൽ എന്ത് നടക്കില്ല? ഇക്വിലിബ്രിയം കണ്ടീഷൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കുട്ടി പറയുന്നത് സാറേ റീജിയൻ 3 നോക്കി നോക്കാം. ഓക്കെ നോക്കാം. ഞാൻ ഇവിടെ ഒരു +Q ചാർജിന് വെക്കുകയാണെങ്കിൽ ഈ -Q ചാർജ് -16Q മാപ്പിളേ വള ദൊബിളെ അങ്ങനെ അല്ലേ? എനിക്കറിയില്ല. ഓക്കെ ഫൈൻ, സോറി. ഓക്കെ, അപ്പോൾ -16Q നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സംഭവിക്കും അല്ലേ? പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് എല്ലാ ടൂറിസ്റ്റ് ബസ് ഉണ്ടാകുന്ന പാട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് തോന്നുന്നു അല്ലേ? ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഒരേ പാട്ടാണ്. ഓക്കെ ഫൈൻ. ഈ -16Q ചാർജ് +Q ചാർജ് നല്ല അടിപൊളിയായിട്ട് അല്ലേ അട്രാക്റ്റീവ് ഫോഴ്സ് വലിക്കുന്നു. ഈ +Q1Q ചാർജ് പിന്നെ എന്താ ചെയ്യുക? ചെറിയ ഫോഴ്സ് അങ്ങോട്ട് തള്ളും, ചെറുത്, വളരെ ചെറുത് അല്ലേ? അങ്ങനെ തള്ളുള്ളൂ. എന്തുകൊണ്ടാണ്? നോക്കി മക്കളെ, ഇവർ തമ്മിലുള്ള ദൂരം ഭയങ്കര ജാസ്തി, ഇവർ നമ്മൾ ദൂരം ഭയങ്കര കുറവാണ്. അടിപൊളി വലിയ വലിക്കുക. ഇവൻ തള്ളുന്ന തള്ളലോക്കിക്ക് F is inversely proportional to √² ആണ് അല്ലേ? ദൂരം ഭയങ്കര ദൂരമാണ്, അപ്പോൾ ഫോഴ്സ് നല്ല കുറവായിരിക്കും. അതേമാതിരി ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആണ്. ഇത് നമ്മളുടെ Q1 Q2 ഒക്കെ എന്തോരം ചെറുതാണ്, ഇവർ നമ്മളുടെ Q1 Q2 ഒക്കെ എന്തോരം വലുതാണ്. അപ്പോൾ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ഭയങ്കര ജാസ്തി, കൊടുക്കുന്ന ഫോഴ്സ് ഭയങ്കര കുറവ്. എന്തായാലും ക്യാൻസലിംഗ് ഓഫ് നടക്കിയ പരിപാടി നടക്കില്ല, ഓപ്പോസിറ്റ് പരിപാടിയാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇവിടെ ഓപ്പോസിറ്റ് പരിപാടിയാണ്, പക്ഷെ എന്ത് നടക്കുന്നില്ല? ഈക്വൽ പരിപാടിയല്ല. അവിടെ നേരെ ഉൾട്ടായിട്ടുള്ള റീജിയനാണ് എന്ത്? ഈ റീജിയൻ 1. ഇവിടെ ഞാനൊരു +Q ചാർജിന് വെക്കുകയാണെങ്കിൽ ഇവിടെ സാധ്യതയുണ്ട് ഇക്വിലിബ്രിയം ആവാൻ. എന്തുകൊണ്ടാണ് മക്കളെ? ഇവനെ ഇങ്ങോട്ട് തള്ളുന്നു അല്ലേ? ഇവൻ ഇങ്ങോട്ട് തള്ളുന്നു. ദൂരം കുറവാണ്, പക്ഷെ പ്രൊഡക്റ്റ് കുറവാണ്. എന്തായാലും ഇവൻ ഇങ്ങോട്ട് തള്ളുന്നു. ഈ -16Q ചാർജ് എന്ത് ചെയ്യുക? നല്ല വലിക്കാൻ ശ്രമിക്കുന്നു, കാരണം -16Q ആണ്. പക്ഷേ ദൂരം കൂടുതലാണ്, ഫോഴ്സ് കുറവായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദർ ഇസ് എ സാധ്യത ഫോർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കോംപ്ലിക്കേറ്റ് ആക്കുന്നുണ്ടോ ഞാൻ? മക്കളെ ഈ പോയിന്റ് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഞാൻ ഒരു +Q ചാർജിന് വെക്കുകയാണെങ്കിൽ ഇവൻ ചെറിയ ദൂരേ ഉള്ളൂ, അപ്പോൾ നല്ല തള്ളുകയുള്ളൂ. പക്ഷേ ഇവൻ്റെ ഫോഴ്സിൻ്റെ ന്യൂമറേറ്റർ നേരത്തെ സെയിം ന്യൂമറേറ്റർ സാധനം Q1 Q2 ആണുള്ളത് അല്ലേ? Q1 Q2 നോക്കിയേ 1 × Q ഉള്ളൂ. ഇവരെന്താണ് നമ്മളെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ? -16 × Q, 16Q² ആണ് ഇവൻ കാരണമുള്ള ഫോഴ്സ് വരിക. ഇവൻ കാരണമുള്ള ഫോഴ്സിന് ന്യൂമറേറ്റർ തരാ Q² വരുള്ളൂ. അപ്പോൾ ന്യൂമറേറ്റർ ബാലൻസ് ഓഫ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ എങ്ങനെ ബാലൻസ് ഓഫ് ചെയ്യണം? ഇവനോട് ക്ലോസർ ആയിരിക്കണം, ഇവനോട് ദൂരം കൂടിയാൽ മതി. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പരിപാടി നടക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇതിന് നേരെ ഉൾട്ട പരിപാടി ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ പോസിബിൾ ആണ് അല്ലേ? ലെറ്റ്സ് സേ ഇവൻ ഒരു X ദൂരം അകലെയാണുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. ഇവൻ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് F1 ഷുഡ് ബി ഈക്വൽ ടു അവൻ കൊടുക്കുന്ന ഫോഴ്സ് F2യുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ F1ൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതുക? K Q1 Q2
Q1 Q2 ഡിവൈഡ് ബൈ ഇവിടെ നമ്മൾ ദൂരം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവർ നമ്മൾ ദൂരത്തെ മക്കളെ ഇത് ആർ ദൂരം ഇത് എക്സ് ദൂരം. അപ്പോൾ ഞാൻ ഇക്വേഷൻ ചെയ്താ കെ Q1 Q2 സാറേ -60 എന്ന് പറഞ്ഞാൽ എഴുതണ്ടേ സാറേ? മക്കളെ അത് നമുക്കറിയാം, ഡയറക്ഷൻ അല്ല മൈനസ് തരിക, അതൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ മാഗ്നിറ്റ്യൂഡ് അല്ല നോക്കുന്നത്. സോ മൈനസ് ഒന്നും കൊണ്ടുവരണ്ട. സോ ദൂരം എത്ര മക്കളെ എക്സ് പ്ലസ് ആർ, സോ ആർ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. പരിപാടി തീർന്നു. വെട്ടാനും കുത്താളൊക്കെ വെട്ടിക്കേ, കെ ക്യൂ വെട്ടി, കെ ക്യൂ വെട്ടി, ക്യൂ വെട്ടി, ക്യൂ വെട്ടി. ഇതെന്താ വരിക 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഒന്ന് മാത്തമാറ്റിക്സ് ചെയ്തേ, സ്ക്വയർ റൂട്ട് എടുത്ത് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ്. ആർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 4x. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി, അപ്പോൾ 3x. എക്സ് ഇസ് ഈക്വൽ ടു എന്തായി മക്കളെ ആർ ഡിവൈഡ് ബൈ 3. വാടാ ഓക്കെ. ഈ എക്സ് മക്കൾ ശ്രദ്ധിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളർ ചാർജ് എന്നുള്ള പുറത്തോട്ടുള്ള ദൂരമാണ്. ഇറ്റ്സ് എ ദൂരം ഫ്രം ദി സ്മോളർ ചാർജ്, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ്. ഓക്കെ. സോ അൺലൈക്ക് ചാർജസ് വരികയാണെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെ ഉണ്ടാവുക? ഇറ്റ് വിൽ ബി ഔട്ട്സൈഡ് ദി സ്മോളർ ചാർജ്, നോട്ട് ഇൻസൈഡ്. ഇറ്റ് വിൽ ബി ഔട്ട്സൈഡ് ദി സ്മോളർ ചാർജ്. പെർഫെക്റ്റ് ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ അല്ലേ? ഇപ്പോൾ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു +1Q ചാർജ് ഉണ്ട്, ഒരു -36Q ചാർജ് ഉണ്ട്. ഒന്ന് ചെയ്തേ, ഒന്ന് പോസ്റ്റ് ചെയ്തേ. അപ്പോൾ ഇതേ പരിപാടി നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെ ഉണ്ടാവുക? ചെറിയ ചാർജിന് അടുത്തായിട്ടാണ് ഉണ്ടാവുക. ലെറ്റ്സ് സേ അതൊരു എക്സ് ദൂരം അകലെയാണുള്ളത്, ഇവർ നമ്മളൊരു ആർ ദൂരം അകലെയാണുള്ളത്. സോ നോക്കിക്കേ, ഇവർ നമ്മളുടെ ഫോഴ്സ് ഞാൻ എങ്ങനെ എഴുതുക? കെ ഒരു +Qനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ കെ Q1 Q2 ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവർ നമ്മളുടെ ഫോഴ്സ് എങ്ങനെ എഴുതുക? കെ Q1 Q2 ഡിവൈഡ് ബൈ ദൂരം ആർ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? എല്ലാ സാധനം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 1 ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് എന്താ ഉണ്ടാവുക? 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ ആർ പ്ലസ് എക്സ്, ഓർ ആർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 6x എന്ന് വരും. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വരിക ആർ ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? 5x. എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? ആർ ഡിവൈഡ് ബൈ 5. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഈ നോക്കിക്കേ, ഈ എക്സ് എന്ന് പറഞ്ഞ ദൂരം എന്താണ്? സ്മോളർ ചാർജിൽ നിന്ന് ഔട്ട് സൈഡിലുള്ള ദൂരമാണ് എന്നുള്ള ഒരു ഓർമ്മ വേണം. ഓക്കെ അല്ലേ? ഇനി ഇതേ സ്ഥലത്ത് ഞാൻ +1Qനും -36 പകരം Q1 Q2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ മക്കളെ ഷോർട്ട് കട്ട് നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു √Q1 ഡിവൈഡ് ബൈ √Q2 മൈനസ് √Q1 ഇൻറ്റു ആർ. ഒരു നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? √Q1 ഡിവൈഡ് ബൈ √Q2 പ്ലസ് √Q1 ഡിവൈഡ് ബൈ ആർ. ലൈക്ക് ആവുമ്പോൾ, അൺലൈക്ക് ചാർജസ് ആകുമ്പോൾ എന്താണ്? ഇതാണ് പരിപാടി. ഇവിടെ സെയിം ടെർമിനോളജി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരം ഫ്രം ദി സ്മോൾ ചാർജ് ആണ്, സ്മോൾ ചാർജിൽ നിന്നുള്ള ദൂരമാണ്, ദൂരം ഫ്രം ദി സ്മോൾ ചാർജ് ആണ്. Q1 എന്ന് പറഞ്ഞാൽ സ്മോൾ ചാർജ് ആണ്, കുഞ്ഞി ചാർജാണ്, സ്മോൾ ചാർജാണ്. ആർ എന്ന് പറഞ്ഞാൽ ദൂരം ബിറ്റ്വീൻ ദി Q1 ആൻഡ് Q2 ആണ്. നോക്കിക്കേ, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തു നോക്കാമല്ലോ. നോക്കിക്കേ, എക്സ് ഈസ് ഈക്വൽ ടു √Q1 1 ഡിവൈഡ് ബൈ സാറേ ക്യൂ പറഞ്ഞു നേരത്തെ ക്യൂ ഒക്കെ വെട്ടിപ്പോവും. ഓക്കെ, 1 ഡിവൈഡ് ബൈ √36 അല്ല, റൂട്ട് എത്രയാ? 16. √16 പ്ലസ് മൈനസ് √1 ഇൻറ്റു ആർ. അപ്പോൾ എത്ര മക്കളെ വരിക? 1 ഡിവൈഡ് ബൈ 4 മൈനസ് 1 3 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ വരിക? R/3. അതിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഡിറൈവ് എടുത്തിയ R/3, എക്സ് ഇസ് ഈക്വൽ ടു R/3. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കേ. എക്സ് ഈസ് ഈക്വൽ ടു √Q1 എന്ന് പറഞ്ഞാൽ √1, √Q2 എന്ന് പറഞ്ഞാൽ എത്ര? 36, √36 മൈനസ് √1 ഇൻറ്റു ആർ. ഇത് എത്ര മക്കളെ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ 36 റൂട്ട് എത്ര? 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 5, R/5. ഒറ്റടി കുത്തരായി. ഓക്കെ, സോ ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ പരിപാടി. സോ നിങ്ങൾ ആകെ മൊത്തം മനസ്സിലാക്കേണ്ടത്, ലൈക്ക് ചാർജസ് വരികയാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കറക്റ്റ് ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് നമ്മൾ കറക്റ്റ് എന്താ ഉണ്ടാവുക? ആ ലൈനിലാണ് ഉണ്ടാവുക. ഓക്കെ, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഔട്ട്സൈഡ് ദി സ്മോളർ ചാർജ് ആണ് ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ പരിപാടി കൊടുത്താൽ മതി. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ മക്കളെ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. 2 charges 2 microcoulomb and 8 microcoulomb are separated by 6 centimeters. The neutral point is set. മക്കളെ ന്യൂട്രൽ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ന്യൂട്രൽ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ നമുക്കറിയാം ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ നോക്കിക്കേ, ഒരു 2 മൈക്രോകൂളും വെച്ചിരിക്കുന്നു. ഓക്കെ, രണ്ടും പ്ലസ് ആണ് അല്ലേ? മൈനസിനെ പറ്റി പറഞ്ഞപ്പോൾ പ്ലസ്, രണ്ടും പ്ലസ് ചാർജസ് ആണ്. ഇവർ തമ്മിൽ എത്ര ദൂരമുള്ള 6 സെൻറ്റിമീറ്റേഴ്സ് ആണുള്ളത്.
അല്ലേ? അപ്പോൾ നോക്കിയാൽ ഒരു എക്സ് ദൂരം അകലെയാണ് പരിപാടിയെങ്കിൽ ഇതെന്താ വരിക? ആർ മൈനസ് എക്സ് ദൂരം അകലെയാണ് വരിക. ആർ എന്ന് പറഞ്ഞാൽ 6 നമുക്ക് അവസാനം കൊടുക്കാം. അപ്പോൾ ഞാൻ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ K into Q into 2 microcoulomb divided by x square is equal to K into ഇവിടെ നമ്മൾ ഫോഴ്സ് എന്താ? Q into 8 microcoulomb divided by R minus x the whole square. അല്ലേടാ? കെ ക്യൂ പോയി മൈക്രോകൂളും ഒക്കെ പോയി. ഓക്കെ, സാധനം എന്താ വരിക? 2 divided by x square is equal to 8 divided by R minus x the whole square. അല്ലേ? ഇതിന് 4 തവണ വെട്ടിക്കൂടെ? 4 തവണ വെട്ടാം. ഓക്കെ, ഇനി എന്താ മിച്ചമുള്ളത്? മക്കളെ പറഞ്ഞടാ? 1 by x square is equal to 4 divided by R minus x the whole square. രണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ തന്നെ മക്കൾക്ക് എന്താ കിട്ടുക? 1 divided by x is equal to 2 divided by R minus x. മാത്തമാറ്റിക്സ് ചെയ്ത് ഇവൻ ഇങ്ങോട്ട് പോയി എത്ര വരിക? R minus x is equal to 2x, R is equal to 3x or R by 3 is equal to x. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ നമ്മളുടെ ദൂരം. എത്ര? 6 സെൻറ്റിമീറ്റർ. ഇവിടെ 6 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? 6 സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡ് ബൈ 3 is 2 centimeters and this 2 centimeters is my x. x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മൈക്രോകൂളും എന്നുള്ള ദൂരമാണ്. സോ ഉത്തരം ഏതാ ഉള്ളത്? 4 സെൻറ്റിമീറ്റർ ഫ്രം 2 മൈക്രോകൂളും അല്ല, 2 സെൻറ്റിമീറ്റർ ഫ്രം 2 മൈക്രോകൂളും. ശരിയല്ലേ? 2 സെൻറ്റിമീറ്റർ ഫ്രം 2 മൈക്രോകൂളും. സോ ഓപ്ഷൻ ബി ഇസ് ഉത്തരം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ചെയ്യണ്ട മക്കളെ. 2 ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇക്കാക്ക ഇങ്ങനെ എന്ത് ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്? എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് Q1 ഡിവൈഡ് ബൈ റൂട്ട് Q2 പ്ലസ് റൂട്ട് Q1 ഇൻറ്റു ആർ കൊടുത്തോ കേട്ടോ എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? വെറുതെ ഒന്ന് കൊടുത്തേ. ആ മൈക്രോകൂളുമ്പൊക്കെ എല്ലാം വെട്ടിപ്പോവും. ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം ഒന്ന് കൊടുത്തു നോക്കിക്കേ. റൂട്ട് Q1 ചെറിയ ചാർജ് കൊടുക്കണം അല്ലേ? റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 8 ഇൻറ്റു എന്താണ്? ആർ 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. കഴിഞ്ഞ പരിപാടി. നോക്കിയേ, ഈ റൂട്ട് 8 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 2 എന്ന് പറഞ്ഞ എഴുതി കൂടെ. നോക്കിക്കേ, അപ്പോൾ റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് ഈ റൂട്ട് 8 ഞാൻ എങ്ങനെ എഴുതി നോക്കിക്കേ? 4 റൂട്ട് 2 അല്ലേ? 4 into 2 അല്ലേ? 4 into 2 4 പൊട്ടത്താൽ 2 റൂട്ട് 2 എന്ന് പറഞ്ഞ് എഴുതി കൂടെ അല്ലേ? ഇൻറ്റു 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 1 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 എത്ര കിട്ടുക? 3 റൂട്ട് 2. അപ്പോൾ ഇവിടെ എത്ര വരിക? റൂട്ട് 2 ഡിവൈഡഡ് ബൈ 3 റൂട്ട് 2 ഇൻറ്റു 6 സെൻറ്റിമീറ്റർ. സാറാ അത് മനസ്സിലായില്ല മക്കളെ. ഒരു റൂട്ട് 2 ഉണ്ട്, ഇവിടെ 2 റൂട്ട് 2 ഉണ്ട്. മൊത്തത്തിൽ എത്ര വരിക? 3 റൂട്ട് 2. അതാണ് എഴുതിയത്. ഈ റൂട്ട് 2 പോയി. അപ്പോൾ 6/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 സെൻറ്റിമീറ്റേഴ്സ് ഈസ് ദി എക്സ്. നമ്മൾ ഇക്വേഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളർ ചാർജിനുള്ള ദൂരമാണ്. സോ 2 സെൻറ്റിമീറ്റർ ഫ്രം ദി സ്മോളർ ചാർജ് വിച്ച് ഈസ് 2 മൈക്രോകൂളും. 2 ഈസ് ദി ആൻസർ. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അല്ലടാ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയുള്ള ബേസിസ് കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ്. നോക്കിക്കേ, വെറുതെ കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൺസെപ്റ്റ് ഇല്ലേ? കൂളുംസ് ലോ ഫോഴ്സ് ഇല്ലേ? ആ ഫോഴ്സിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഞാനൊരു പ്ലസ് ക്യൂ ചാർജിനെ ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ഞാൻ കളിയിലോട്ട് എന്ത് കൊണ്ടുവരാം മക്കളെ? ഒരു Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരിക. ടെസ്റ്റ് ചാർജ്. ഈ ടെസ്റ്റ് ചാർജിൻ്റെ പ്രത്യേകത എന്താ? അവൻ എന്താണ്? പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ടെസ്റ്റ് ചാർജിനെ ഞാൻ കളിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ ഈ പ്ലസ് ക്യൂ ചാർജ് ഇവൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, ഒരു എഫ് എന്നുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? ഈ Q0 നിങ്ങൾ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവൻ ഇങ്ങോട്ട് എഫ് എന്നുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? ഈ Q0 നിങ്ങൾ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ ഇവൻ ഇങ്ങോട്ട് എഫ് എന്നുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? അല്ലേ? ഇവരെന്തുകൊണ്ടാണ് ഈ എഫ് ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ? ഇവനിവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഇവൻ നിങ്ങൾ സിനാഡ് എടുത്ത് മാറ്റുന്നെങ്കിൽ, നിങ്ങൾ Q0 അവിടെ വെച്ചെങ്കിൽ ഇവൻ എന്തെങ്കിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ഇല്ല. ഇവൻ എന്തുകൊണ്ട് ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു? കാരണം ഇവൻ്റെ വലയത്തിൽ വരുന്നത് കൊണ്ടാണ്. ഇവൻ്റെ ഫീൽഡിൽ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഐഡിയ മനസ്സിലായോ? സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൺസെപ്റ്റ് എന്താ മക്കളെ? ഈ പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യണം? അവന് ചുറ്റും ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു വലയം സൃഷ്ടിക്കുകയാണ്. ഈ ഫീൽഡിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചാർജസിനെ വെച്ചാലും ആ ചാർജസ് ഇവൻ മുഖാന്തരമുള്ള, ഇവൻ കാരണമായിട്ടുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അത് 2 വട്ടം കേട്ടാൽ മതി. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ മുമ്പ് ഈ പ്ലസ് ക്യൂ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ്സ് എങ്ങനെ ഉണ്ടാവുക? ഫീൽഡ്സിനെ പറ്റി വിശദമായിട്ട് നമ്മൾ പറയും. എങ്ങനെ ഉണ്ടാവുക?
റേഡിയലി ഔട്ട്വേർഡ്സ് ഉണ്ടാവുക. സാർ അതെങ്ങനെ വന്ന് മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ടെസ്റ്റ് ചാർജ് നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഇങ്ങനെ, ഇവിടെ വെക്കുകയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക ഇങ്ങനെ. ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വരും. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സൂചിപ്പിക്കുക. സോ ഫോഴ്സ് ഇവിടെ ക്യൂ ചാർജ്, ഇവിടെ Q0 ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. Q0 എന്ന് പറയുന്ന ചാർജിന് ഇവിടെ വെക്കുകയാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, സോ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും എന്തുണ്ടാവുക, അതുണ്ടാവുക ഒരു പ്ലസ് ക്യൂ ചാർജ് മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. നിങ്ങളൊരു മൈനസ് ക്യൂ ചാർജ് നോക്കിക്കേ, ഒരു മൈനസ് ക്യൂ ചാർജാണ് എൻ്റെ മക്കളെന്ന് പറഞ്ഞേ. ഓക്കെ, മൈനസ് ക്യൂ ചാർജിനടുത്ത് ഞാൻ ടെസ്റ്റ് ചാർജിനെ കൊണ്ട്, ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യുക, ഫും എന്ന് പറഞ്ഞ് വലിക്കും. ഇവിടെ വെക്കുന്നെങ്കിൽ ഫും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കും, ഇവിടെ വെക്കുകയാണെങ്കിൽ ഫും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കും, ഇവിടെ വെക്കുകയാണെങ്കിൽ ഫും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കും. സോ ഫോർ എ മൈനസ് ക്യൂ ചാർജ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വാട്ട്, റേഡിയലി ഇൻവേർഡ്സ്. ഉള്ളിലോട്ടാണ് റേഡിയലി ഇൻവേർഡ്സ്, മറ്റ് റേഡിയലി ഔട്ട്വേർഡ്സ്. പറഞ്ഞ സാധനം മനസ്സിലായി. ഈ മൈനസ് ക്യൂ ചാർജ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ Q0 എന്ന് പറയുന്ന ചാർജ് ഇങ്ങോട്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ? ഇല്ല. സോ ഈ മൈനസ് ക്യൂവിൻ്റെ വലയത്തിൽ വെച്ചതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? കൺസെപ്റ്റ് പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇനി മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ മക്കൾ നോക്കിക്കേ. ഒരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് കൊണ്ടുവരികയാണ്, ഒരു Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരികയാണ്. ഇവർ തമ്മിൽ ഒരു R ദൂരം അകലെയാണെന്ന് മക്കൾ സങ്കല്പിക്കുക. ഇവിടുത്തെ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കൾ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനിഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, നോക്കിക്കേ എഴുതിക്കോ, ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ്, ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ് ഡിവൈഡഡ് ബൈ ദി ടെസ്റ്റ് ചാർജ് എന്നുള്ളതാണ്. ഡിവൈഡഡ് ബൈ ദി ടെസ്റ്റ് ചാർജ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇസിക്കൽ ടു എന്താണ്, ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ് ഡിവൈഡ് ബൈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്ന സാധനമാണ്. ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ് ഈ ഇക്വേഷൻ പ്രകാരം എന്താ ഉണ്ടാവുക, ഈ സിനാരി പ്രകാരം എന്താ ഉണ്ടാവുക, K അല്ലേ പ്ലസ് Q ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ R². ഇതാണ് ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ് അല്ലെ, at this point divided by test charge Q0 പോയി ഇക്വേഷൻ നോക്കിക്കേ എന്താ മിച്ചുള്ള, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താണ്, KQ ഡിവൈഡഡ് ബൈ R² എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പ്ലസ് Q എന്ന് പറയുന്ന ചാർജ് ഒരു R ദൂരം അകലെ ഒരു P പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ വരിക, E ഈസ് ഈക്വൽ ടു KQ ഡിവൈഡ് ബൈ R² എന്നാണ് വരിക. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ മക്കൾ? ഇത് നമ്മൾ ആർക്ക് എഴുതുക, പോയിന്റ് ചാർജസിനാട്ടോ ഇക്വേഷൻ എഴുതുക, പോയിന്റ് ചാർജസിന്. ഓക്കെ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ പറയുന്നുണ്ടാവും. സോ പോയിന്റ് ചാർജസ് ആണെങ്കിലാണ് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൺസെപ്റ്റ് സെറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കിക്കേ മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ എഴുതിയത്, ഇറ്റ് ഈസ് F അല്ലേ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ Q0 എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷനാണ് എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് കൺസെപ്റ്റ് പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? പെർഫെക്റ്റ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ ഫൈൻ. സോ നമ്മൾ മൾട്ടിപ്പിൾ ചാർജസ് വരികയാണെങ്കിൽ എന്ത് മക്കളെ, മൾട്ടിപ്പിൾ ചാർജസ് വേണം, അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ഫോളോ ചെയ്യുക, വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. സാറേ ഒന്നും മനസ്സിലാവുന്നില്ല സാറേ, നോക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു Q1 ചാർജ് ഉണ്ട്, Q2 ചാർജ് ഉണ്ട്, Q3 ചാർജ് ഉണ്ട്, ഒരു P എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ P എന്നുള്ള പോയിന്റിൽ Q1 ചാർജ് R1 ദൂരം അകലെയാണ്, R2 ദൂരം അകലെയാണ്, ഇത് R3 ദൂരം അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ P ചാർജുള്ള മൊത്തത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. മൊത്തത്തിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇവ മുഖാന്തരം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ എഴുതുക KQ1 ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ R1². അങ്ങനെ നമ്മൾ ചെയ്തേ, അങ്ങനെ നേരത്തെ നമ്മൾ എഴുതി നോക്കിക്കേ, ഒരു പ്ലസ് Q ചാർജ് മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P K ഇൻറ്റു ദാറ്റ് പ്ലസ് Q ഡിവൈഡ് ബൈ R². അപ്പോൾ നോക്കിക്കേ Q1 കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മളെങ്ങനെ എഴുതുക, KQ1 ഡിവൈഡ് ബൈ R1². ഇവൻ കാരണം നമ്മളെങ്ങനെ എഴുതുക, KQ2 ഡിവൈഡ് ബൈ R2². ഇവൻ മുഖാന്തരം നമ്മളെങ്ങനെ എഴുതുക, KQ3 ഡിവൈഡ് ബൈ R3². ഇത് വെറുതെ ഫും എന്നാണ് 5 + 10 + 15 മൊത്തം എഴുതലാണോ? ഇല്ല, വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യണം. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P will be equal to electric field at P due to first charge plus electric field at P due to second charge plus electric field at P due to third charge. എന്ത് മക്കളെ, വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യണം. അത്രയുള്ള പരിപാടി, വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യണം. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആംഗിളൊക്കെ കൊടുത്ത പരിപാടി ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ സാധനം സെറ്റാക്കിയാലോ? ഓക്കെ, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ സാധനം സെറ്റാക്കിയാലോ? ഓക്കെ, നമുക്ക് മക്കളെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഒരു 1Q ചാർജ് ഉണ്ട്, -4Q ചാർജ് ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ 4 സെൻറ്റിമീറ്റർ ദൂരം അകലെയാണുള്ളത്. നമ്മൾ ചോദിക്കുകയാണ്, ഇവർ തമ്മിൽ ഒരു 2 സെൻറ്റിമീറ്റർ ദൂരം ഒരു പോയിന്റ് P പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് P പോയിന്റ് ആണ്, ഈ ദൂരം എത്ര തന്നിട്ടുള്ളത് 2 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ, എന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. കണ്ടുപിടിച്ചൂടെ?
കണ്ടുപിടിച്ചൂടെ? ഈവൻ ഈ പ്ലസ് ക്യൂ ചാർജ് പ്ലസ് 1 ക്യൂ ചാർജ് ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. സാറേ അതെങ്ങനെ സാറേ അങ്ങോട്ടെന്ന് സാറ് പറയുന്നത്? മക്കളെ പ്ലസ് 1 ക്യൂ ചാർജാണ് റേഡിയലി ഔട്ട്വേർഡ്സ്, അങ്ങോട്ടാണ് ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക E1. ഈ മൈനസ് 4 ക്യൂ ചാർജ് എങ്ങനെ ഉണ്ടാവുക? അവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? റേഡിയലി ഇൻവേർഡ്സ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ഉണ്ടാവുക? സെയിം ഡയറക്ഷൻ E2 ഉണ്ടാവുക. സോ നെറ്റ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് E1 പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് E2 ആണ്. രണ്ടും സെയിം ഡയറക്ഷനാണ്, ആംഗിൾ 0 ഡിഗ്രിയാണ്. കണ്ണും പൂട്ടി ആഡ് ചെയ്തൂടെ? ഞാൻ ഇങ്ങോട്ട് 5 ന്യൂട്ടൺ തള്ളി, അങ്ങോട്ട് തന്നെ 3 ന്യൂട്ടൺ തള്ളി, മൊത്തം എത്ര ന്യൂട്ടൺ? മൊത്തം 8 ന്യൂട്ടൺ. അത് കണ്ണും പൂട്ടി ആഡ് ചെയ്തൂടെ? സോ ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്താൽ മതി. സോ ഓരോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് E1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക മക്കളെ പറഞ്ഞേ? E1 ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു Q1 1 സ്ക്വയർ. സോ 1 സ്ക്വയർ KQ1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? K ഡിവൈഡ് ബൈ 4 ആണ് E1 വരിക. മക്കളെ E2 നോക്കിക്കേ. E2 പറഞ്ഞടാ, E2 വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു ദിസ് ചാർജ് 4Q സ്ക്വയർ. 4Q സ്ക്വയർ എന്ന് പറയുന്നത് 4Q ഡിവൈഡ് ബൈ R സ്ക്വയർ. ദൂരം എത്ര മക്കളെ? 2 സെൻറ്റിമീറ്റർ. ഇത് 2 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 4 ആണ്. ഇതും എത്ര വരിക? 2 അല്ലേ വരിക? 2 സ്ക്വയർ. അപ്പോൾ ഇത് എത്ര വരിക? ഇത് എത്ര മക്കളെ വരിക? ഇത് എത്ര മക്കളെ വരിക? ഒരു Q ഉണ്ട്, KQ. എത്ര വരിക? എത്ര വരിക? 4KQ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ വിച്ച് ഇസ് 4. ദാറ്റ് ഇസ് ഈക്വൽ ടു KQ ആണ് ഇത് വരിക. ഓക്കെ അല്ലേ? നെറ്റ് മൊത്തത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ വരിക? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് KQ ബൈ 4 പ്ലസ് KQ എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ വരിക? KQനെ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 1 ബൈ 4. മാത്തമാറ്റിക്സ് എന്ത് വരിക? 4 പ്ലസ് 1 ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ബൈ 4 KQ എന്നാണ് വരിക. 5 ബൈ 4 KQ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേടാ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, രണ്ട് സെയിം ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് Q സ്ക്വയർ വരില്ല, Q ആണ് വരുള്ളൂ. കാരണം ഒരു ചാർജേ ഉള്ളൂ. ഒരു ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയേ? KQ3 ഡിവൈഡ് ബൈ R3 സ്ക്വയർ. KQ ഡിവൈഡ് ബൈ R സ്ക്വയർ. Q ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അതിൻ്റെ പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീട്ടിലോട്ട് പോകാം. നോക്കി മക്കളെ, ഈ 2Q ചാർജിൻ്റെ മൈനസ് 2Q ചാർജിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ E1 ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക അല്ലേ? ഈ മൈനസ് 2Q ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക അല്ലേ? റേഡിയലി ഇൻവേർട്സ് ആണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനാണ് ഉണ്ടാവുക. E2 ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ E1 ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടെടുത്ത് നോക്കിയാലോ? E1 ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എന്താ വരിക? KQ ഡിവൈഡ് ബൈ K എത്രയാ? K2Q ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ A സ്ക്വയർ. ഈ E2 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര ഉണ്ടാവുക? E2 ഈസ് ഈക്വൽ ടു K. ചാർജ് എന്താ? മൈനസ് 2Q. സാറേ മൈനസ് 2Q എന്താ സാറേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? മക്കളെ മൈനസ് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ആ ഡയറക്ഷൻ എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ 2Q വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നത്. സോ K2Q ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ A സ്ക്വയർ. ഇത് നമ്മൾ ആംഗിൾ എത്രയാടാ? ആംഗിൾ നോക്കിക്കേ, A സൈഡിൽ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാണ്? ഈക്വൽ ട്രയാങ്കിളാണ്. സോ ഈ ആംഗിളൊക്കെ എന്താ? 60 ഡിഗ്രിയാണ്. ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി, ഇതും എന്താ? 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാടാ? 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രി അല്ലേ? ലീനിയർ ആംഗിൾ. ഇത് 120 ഡിഗ്രി ആവണ്ടേ? അപ്പോൾ നോക്കിക്കേ, രണ്ട് വെക്ടേഴ്സ് അല്ലേ? E1 വെക്ടർ E2 വെക്ടർ 120 ഡിഗ്രി നിൽക്കുകയാണ്. റിസൾട്ടൻ എങ്ങനെ എഴുതുക? റിസൾട്ടൻ R ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2E1 E2 കോസ് 120 ഡിഗ്രി അല്ലേ? ഇതല്ലേ ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയും ചെയ്യാം. നല്ല കൺസെപ്റ്റുള്ള കുട്ടിക്ക് അറിയാം. ഞാൻ ഇന്നലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൂളുംസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് സെയിം വെക്ടേഴ്സ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള വെക്ടേഴ്സ് അല്ലേ? രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റിസൾട്ടൻ ഈസ് ഈക്വൽ ടു 2A കോസ് തീറ്റ ബൈ 2 എന്നുള്ള ഷോർട്ട് കട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ 2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടേഴ്സ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടേഴ്സ് എന്താണ്? K ഇൻറ്റു 2Q ഡിവൈഡ് ബൈ R സ്ക്വയർ എന്നാണ്. കോസ് എത്ര മക്കളെ? ആംഗിൾ എത്ര? 120 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. കോസ് 60 മക്കളെ. കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പോൾ 2 ഇൻറ്റു K2Q ഡിവൈഡ് ബൈ R സ്ക്വയർ ഇൻറ്റു എന്താ മക്കളെ വരിക? 1/2. വെട്ടിപ്പോച്ച്. ഉത്തരം എന്താ മക്കളെ? K2Q ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ് നെറ്റായിട്ട് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. പെർഫെക്റ്റ് ഓൾ റൈറ്റ് ആയോ?
പെർഫെക്റ്റ് ഓൾ റൈറ്റ് ആയോ? ഓക്കെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡിലെ ബേസിക് ആയിട്ടുള്ള സാധനം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സാധനത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള കുറച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞ് നല്ല ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പാർട്ട് 2 ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, മക്കൾ നോക്കിക്കേ, ഇങ്ങനെ കുറച്ച് ചാർജസ് അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2Q ചാർജ് 2Q ചാർജ് 2Q ചാർജ് ഒരു സ്ക്വയറിൻ്റെ 3 കോർണേഴ്സിലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അറ്റത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഓരോന്നും കാരണം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഈ 2Q ചാർജ് ഇങ്ങോട്ട് എന്ത് കൊടുക്കും, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ 2Q ചാർജ് ഇങ്ങോട്ട് റേഡിയൽ ഔട്ട്വേർഡ്സ് അല്ലേ, +2Q റേഡിയൽ ഔട്ട്വേർഡ്സ് ഒരു E2 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. മക്കൾ നോക്കിക്കേ, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം അല്ലേ, ഇവർ രണ്ടെണ്ണം കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സെയിം അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ, ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇരിക്കെ E2 ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇരിക്കെ K × 2Q അല്ലേ, KQ / R², K × 2Q / R² എന്ന് പറഞ്ഞാൽ ദൂരം സ്ക്വയർ വിച്ച് ഈസ് A². ഈ E2യുടെ വാല്യൂ എത്ര, E1ൻ്റെ വാല്യൂ എത്ര വരിക, ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ K × 2Q / ദൂരം സ്ക്വയർ A². രണ്ടും സെയിം അല്ലേ. രണ്ടാൾ നമ്മളെ ആംഗിൾ എത്ര മക്കളെ, നല്ല അടിപൊളിയായിട്ട് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്കറിയാം രണ്ട് സെയിം സാധനം വെക്ടേഴ്സ് വരികയാണ് അല്ലേ, നമുക്കറിയില്ല മക്കളെ അല്ലേ. ഇങ്ങോട്ട് എക്സ് ഉണ്ട്, ഇങ്ങോട്ട് എക്സ് ഉണ്ട്, റിസൾട്ടിന് എത്ര വരും മക്കളെ വരിക, √2x അല്ലേ വരിക. സാറേ അതെങ്ങനെ കിട്ടിയ മക്കളെ, വീണ്ടും √A² + B² + 2AB cos 90 കൊടുക്കുകയാണെങ്കിൽ ഈ 90 സാധനം പോയി, cos 90 0 ആണ്. √A² + B² √x² + x² എന്ന് പറഞ്ഞാൽ എത്ര വരിക, √2x². അപ്പോൾ എക്സിനെ കോമൺ പുറത്തെടുത്താൽ x √2 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതേപോലെ റിസൾട്ടിന് എത്ര വരിക, റിസൾട്ടിന് ഇങ്ങോട്ടാണ് വരിക. എത്രയല്ലേ വരിക മക്കളെ, അടിപൊളിയായിട്ട് √2 × ഈ വാല്യൂ K × 2Q / A² ആണ്. ഇവർ രണ്ടാളുടെ നെറ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരിക അല്ലേടാ, അല്ലേ. കഴിഞ്ഞോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞോ, ഇവർ രണ്ടാളും മാത്രം, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് ഉള്ളത്. അല്ല, കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2Q എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുക്കുന്നില്ലേ, അല്ലേടാ അങ്ങനെ കൊടുക്കുന്നില്ലേ. നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരേ ലൈനിലല്ലേ ഉണ്ടാവുക. സാർ ഒന്നും മനസ്സിലാകുന്നില്ല മക്കൾ, നോക്ക് ആലോചിക്ക്, ഇത് K2Q / A², ഇതും K2Q / A². ഇതിനെ കറക്റ്റ് സെൻറ്ററിലൂടെ അല്ലേ ഇവർ റിസൾട്ടിന് പോവുക, രണ്ടും സെയിം വെക്ടേഴ്സ് അല്ലേ, കറക്റ്റ് സെൻറ്ററിലൂടെ അല്ലേ റിസൾട്ടിനായിട്ട് പോവുക. മക്കളിതൊക്കെ വെക്ടർ പാടാണ്. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലൂടെ ആണെങ്കിൽ നോക്കി മക്കളെ, ഇത് ഒരു സ്ക്വയറാണ്, ഇതും എന്താണ് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇവനും കറക്റ്റ് ഇതിലൂടെ തന്നെ അവൻ്റെ ഫോഴ്സ് കൊടുക്കുക. മക്കളെ നമുക്കറിയാം ഇത് A സൈഡ്, ഇത് A സൈഡ് ആണെങ്കിൽ ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്താണ്, √A ആണ്, √2A ആണ് അല്ലേ. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കിക്കേ, ഇങ്ങനെ ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E3 ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എങ്ങനെ എഴുതുക, E3 ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എങ്ങനെ എഴുതാടാ, K × 2Q × ഈ ദൂരം എത്ര മക്കളെ, √2A ദി ഹോൾ സ്ക്വയർ. വൃത്തിക്ക് ചെയ്തുമ്പോൾ എത്ര വരിക, 2KQ / 2A² എന്നാണ് വരിക. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ഇലക്ട്രിക് ഫീൽഡ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒന്ന് വൃത്തിക്ക് വരയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഇങ്ങോട്ടുണ്ട്, ഇതിന് രണ്ടിന് സമ്മായിട്ടുള്ള വെക്ടർ ഇങ്ങോട്ടുണ്ട്, എത്രയുള്ളത്, √2 × K2Q / A² ഉണ്ട്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ്. അതിന് പുറമെ എന്തുണ്ടടാ, ഇത്രയും ഇലക്ട്രിക് ഫീൽഡ് 2KQ / 2A² എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുക, അതിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര മക്കളെ വരിക, എത്ര വരിക നോക്കി ഒന്ന് വൃത്തിക്ക് ചെയ്തേ, KQ/A² × √2 + 2KQ / A² × 1/2. ഇത്രയും സാധനമാണ് പുറത്തുള്ളത് അല്ലേ. ഇതല്ലേ, ഇതിനൊന്ന് മാറ്റി അടിപൊളിയാക്കി എഴുതിയതാ. അപ്പോൾ നോക്കിക്കേ മക്കളെ, 2KQ / A² കോമൺ ആക്കി പുറത്തെടുത്തൂടെ. അപ്പോൾ എന്തൊക്കെയാണ് മിച്ചം വരിക, √2 + 1/2 അല്ലേ മിച്ചം വരിക. ഒന്ന് മാത്തമാറ്റിക്സ് ഒന്ന് വൃത്തിക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ വരിക, 2KQ / A² × 2√2 + 1/2 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ. ഈ 2 വെട്ടിപ്പോയാൽ ഉത്തരമായില്ലേ. നോക്കിക്കേ, KQ / A² × 2√2 + 1 ആണ് നെറ്റായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വരിക. നമ്മളൊരു റോക്കറ്റ് സയൻസും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായുള്ള മാത്തമാറ്റിക്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പറ്റിയ കുറച്ചുകൂടി നല്ല കൺസെപ്റ്റും കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, സോ സീ യു ദേർ.